എന്നാൽ ഫിലിസ്തീർ തങ്ങളുടെ സേനകളെയെല്ലാം അഫേക്കിൽ ഒന്നിച്ചു കൂട്ടി ഇസ്രയേലിലും ജസ്രീലിലുള്ള ഉറവിനരികെ പാളയമിറങ്ങി. അപ്പോൾ ഫിലിസ്തീയ പ്രഭുക്കന്മാർ 100 1000 കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും പിൻപടയിൽ ആക്കീശിനോട് കൂടെ കടന്നു. ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഈ എബ്രായർ എന്തിനെന്ന് ചോദിച്ചപ്പോൾ ആക്കീശ് ഫിലിസ്തീയ പ്രഭുക്കന്മാരോട്, ഇവൻ ഇസ്രയേൽ രാജാവായ ശൗലിന്റെ ഭൃത്യനായിരുന്ന ദാവീദല്ലയോ? ഇത്ര നാളായി, ഇത്ര സംവത്സരമായി അവൻ എന്നോട് കൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ചത് മുതൽ ഇന്നുവരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫിലിസ്തീയ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു. നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊള്ളുവാൻ അവനെ മടക്കി അയക്കാം. അവൻ നമ്മോടുകൂടെ യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. ഈ ആളുകളുടെ തലകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തന്റെ യജമാനെ പ്രസാദിപ്പിക്കുന്നത്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനപ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് ഫിലിസ്തീയ പ്രഭുക്കന്മാർ അവനോട് പറഞ്ഞു. അപ്പോൾ ആക്കീശ് ദാവീദിനെ വിളിച്ച് അവനോട്, യഹോവയാണ് നീ പരമാർത്ഥിയും പാളയത്തിൽ എന്നോടുകൂടിയുള്ള നിന്റെ ഗമനാഗമനങ്ങളിൽ എനിക്ക് ബോധിച്ചതുമാകുന്നു. നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ദോഷവും കണ്ടിട്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നിന്നെ ഇഷ്ടമല്ല. ആകയാൽ നീ ചെയ്യുന്നത് ഫിലിസ്തീയ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമായി തോന്നാതിരിക്കേണ്ടതിന് സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ദാവീദ് ആക്കീശിനോട്, എന്നാൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ യജമാനായ രാജാവിൻ്റെ ശത്രുക്കളുടെ നേരെ ഞാൻ ചെന്ന് പൊരുതിക്കൂടാതെ വണ്ണം നിന്നോട് കൂടെ ഇരുന്ന നാൾ മുതൽ ഇന്നുവരെ നീ അടിയനിൽ എന്ത് കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആക്കീശ് ദാവീദിനോട്, എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. എന്നാൽ ഫിലിസ്തീയ പ്രഭുക്കന്മാർ അവൻ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിന്നോടുകൂടെ വന്നിരിക്കുന്ന നിന്റെ യജമാന്റെ ഭൃത്യന്മാരുമായി നന്നായി രാവിലെ എഴുന്നേറ്റ് കൊള്ളുക. അധികാലത്ത് എഴുന്നേറ്റ് വെളിച്ചമായ ഉടനെ പൊയ്ക്കൊള്ളുവീൻ എന്നുത്തരം പറഞ്ഞു. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും ഫിലിസ്തീയ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഫിലിസ്തീയരോ ജസ്രീലിലേക്ക് പോയി.